നിന്നെ ഓടിക്കുന്ന ആരടുത്തേക്ക് ചോദിക്കണം എന്റെ അടുത്തോ? അത് ലാൽ സാറിനെ പോലുള്ള ഒരാളെ കുറിച്ച് അദ്ദേഹത്തിന്റെ തീരുമാനം എന്തുകൊണ്ടും ശരിയായിരിക്കും. അതിനകത്ത് എനിക്ക് അഭിപ്രായം പറയാൻ പോലും ഇല്ല. എനിക്കൊന്നും പറ്റില്ല, കാരണം എന്റെ രണ്ടാം പിള്ളേർ കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അമ്മമാർക്ക് വേണ്ടിട്ട് പറയാറുണ്ടോ അച്ഛ തന്തവൈവായി പോയി എന്നൊക്കെ? കൊലക്ക് കൊടുക്കാൻ വിളിച്ചോ? തട്ടത്തിൻ മറയത്ത് ആ ഒരു സിനിമയിൽ ശരിക്കും പറഞ്ഞ ചേട്ടനായിരുന്നു. പറയരുത്, കാരണം ഞാനത് പറഞ്ഞ പിന്നെ അതിന്റെ ആ സാധനം കട്ട് ചെയ്തിട്ട് റീലായിട്ട് വരുന്നുണ്ട്. അതിന്റെ അടിയിലെ കമന്റ് ഒന്ന് വായിച്ചു നോക്കണം. എന്റെ പൊന്നോ, ഞാൻ ആത്മഹത്യ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞത്. മലർവാടി ആർട്സ് ക്ലബ്ബിൽ അഭിനയിച്ച ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരാളായിരുന്നു ഭഗത് എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ ചേട്ടൻ അതിനെങ്ങനെയാ നോക്കിക്കാണുന്നത്? നല്ല കാര്യമല്ലേ, പക്ഷെ അതൊക്കെ പിന്നീട് ഞാനായിട്ട് കളഞ്ഞു വിളിച്ചതല്ലേ എനിക്ക് തോന്നിയത്. ഒരു ബ്രേക്ക് എടുത്തിരുന്ന ഒരു സമയം ചേട്ടൻ എന്തായിരുന്നു? ബ്രേക്ക് എടുത്തല്ലോ, എടുപ്പിച്ചല്ലേ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഭഗത് മാനുവലാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. പുതിയ പടങ്ങളൊക്കെ തിരക്കാണല്ലോ, ഇപ്പൊ കുറച്ച് അധികം അപ്ഡേറ്റ്സ് ഉണ്ട്, ഇറങ്ങാൻ പോകുന്നുണ്ട്. അതാ പുതിയ പരിപാടികളെ കുറിച്ച് പറയും. പുതിയ പടങ്ങൾ ഗെറ്റ് സെറ്റ് ബേബി ഉണ്ട്, പിന്നെ അർജുൻ്റെ അൻബോർഡ് കൺമണി അല്ലേ, പിന്നെ മാത്യുസിന്റെ അവന്റെ കൂടെ ഒരു പടമുണ്ട്, ഉടുമ്പുജോല വിഷയം. അതിനകത്തൊരു പ്രത്യേക ഗെറ്റപ്പിലല്ലേ വരുന്നത്? അതൊരു അതാണ് പറയാത്തത്. ഓക്കെ, ഇതിനകത്ത് ഏതാ കുറച്ചുകൂടി ചേട്ടൻ ഭയങ്കര അടിപൊളിയായിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ട്? എല്ലാ ക്യാരക്ടേഴ്സും അടിപൊളിയാണ്. പിന്നെ നമ്മുടെ മിഥുന്റെ അണലി എന്ന് പറഞ്ഞു, അതിനകത്തൊരു ക്യാരക്ടർ നെഗറ്റീവ് ഷെയ്ഡാണ്, കുറച്ച് രസമുള്ള പരിപാടി. പിന്നെ നമ്മുടെ അത് ഞാൻ പറയണ്ടല്ലോ കേട്ടോ, ആൾക്കാർ പറയണം. അവരെന്തായാലും പറയും. പിന്നെ പെറ്റ് ഡിക്റ്റേറ്റീവ് അതൊക്കെയാണ് ഇപ്പൊ അടുത്ത് വരാൻ. ബാലുവിന്റെ കൂടെ ഒരു 1 Front Street എന്ന് പറഞ്ഞിട്ടൊരു പടം. എല്ലാവരും കൂടെ ഇനിയിപ്പോ 2025 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അധികം അപ്ഡേറ്റ്സ് ഉണ്ടാവും. ചേട്ടൻ എങ്ങനെയാ ചൂസ് ചെയ്യുക? അതായത് എന്താ പറയാ, വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് അങ്ങനെ എടുത്ത് ചെയ്യും, ഒരേപോലെ വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ? എല്ലാം നമ്മുടെ കൂട്ടുകാരുടെ ആൾക്കാരല്ലേ, എല്ലാവരും ഓരോ പടം നോക്കുമ്പോൾ എനിക്ക് പറ്റുന്ന സാധനങ്ങൾ എന്നെ പിടിച്ചേൽപ്പിക്കും. പിന്നെ ഞാൻ കലക്കേ വീഴും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീൽ ഗുഡ് കഥാപാത്രങ്ങൾ എപ്പോഴും ചേട്ടൻ്റെ കയ്യിൽ ഭദ്രമാണ് എന്നുള്ള രീതിയിലാണ് പറയാറ്. മുഖത്ത് കുറച്ച് നിഷ്കളങ്കത കൂടുതലുള്ളതുകൊണ്ടാണ് ചേട്ടൻ നെഗറ്റീവ് ഷെയ്ഡ് കുറച്ച് അങ്ങനത്തെ ഷെയ്ഡുള്ളത് അധികം തിരഞ്ഞെടുക്കാത്തത്? തന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ചേട്ടന് ഏതാ ഇഷ്ടം? നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യാനാണോ അതോ ഇപ്പൊ പറഞ്ഞ പോലെ നിഷ്കളങ്കത കൂടുതലായതുകൊണ്ട് കിട്ടുന്നത് നല്ല വൃത്തിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്? നെഗറ്റീവ് ഒക്കെ വരട്ടെ, നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം നല്ല. ഓക്കെ, ഇപ്പോ തട്ടത്തിൻ മറയത്ത് ആ ഒരു സിനിമയിൽ ശരിക്കും പറഞ്ഞ ചേട്ടനായിരുന്നു. പറയരുത്, കാരണം ഞാനത് പറഞ്ഞ പിന്നെ അതിന്റെ ആ സാധനം കട്ട് ചെയ്തിട്ട് റീലായിട്ട് വരുന്നുണ്ട്. അതിന്റെ അടിയിലെ കമന്റ് ഒന്ന് വായിച്ചു നോക്കണം. എന്റെ പൊന്നോ, ഞാൻ ആത്മഹത്യ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞപ്പോഴാണ് കറക്റ്റായിട്ട് അത് അറിയുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് വെച്ചൊക്കെ നമ്മൾ സ്നേഹത്തിന്റെ പേരിലല്ലേ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി ആ ഒരു മറുപടി. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഈ ബന്ധങ്ങൾ കൊണ്ടിട്ട് നല്ല കാര്യങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? ബന്ധങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകൾ എങ്ങനെ? അതായത് ഇപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും പേയ്മെന്റിന്റെ ഇഷ്യൂസോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് സിനിമയ്ക്കകത്തോ? സിനിമയിൽ അതേ എല്ലാ ഫീൽഡിലും ഉണ്ടല്ലോ പേയ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പം എനിക്കുണ്ടാവില്ലേ അല്ലേ? പ്രൊഡ്യൂസർ പൈസ 2 അവസ്ഥയൊക്കെ ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ട്. ജോലിയുടെ ഭാഗമാണ്, നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. ഈ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ്റെ ഇന്റർവ്യൂവിന്റെ താഴെ കുറച്ച് കമന്റ്സ് കൂടുതൽ വന്നേക്കണം. എന്താ അറിയോ, മലർവാടി ആർട്സ് ക്ലബ്ബിൽ അഭിനയിച്ച ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരാളായിരുന്നു ഭഗത് എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ ചേട്ടൻ അതിനെങ്ങനെയാ നോക്കിക്കാണുന്നത്? നല്ല കാര്യമല്ലേ, പക്ഷെ അതൊക്കെ പിന്നീട് ഞാനായിട്ട് കളഞ്ഞു വിളിച്ചതല്ലേ എനിക്ക് തോന്നിയത്. അതെന്താ ചേട്ടൻ അങ്ങനെ പറയാൻ? എന്റെ സെലക്ഷൻസ് ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം, എന്റെ ചില രീതികൾ മാറിയിട്ടുണ്ടാവാം, അതിന്റെ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് കരിയറിൽ. പക്ഷെ ഇപ്പോൾ ബാക്ക് ടു നോർമൽ ഒരു പരിപാടിയിലേക്ക് കയറുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ടെന്ന്. ഒരു ബ്രേക്ക് എടുത്തിരുന്ന ഒരു സമയം ചേട്ടൻ എന്തായിരുന്നു? ബ്രേക്ക് എടുത്തല്ലോ, എടുപ്പിച്ചല്ലേ.
അങ്ങനെ ഓക്കെ എടുപ്പിച്ച ഒരു സമയത്ത് ചേട്ടൻ എങ്ങനെയായിരുന്നു ആ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ സിനിമകൾ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒന്ന് എന്താ ആക്റ്റീവായിട്ട് നിന്ന ഒരാൾ പെട്ടെന്ന് കുറച്ച് നാൾ ഒന്ന് ബ്രേക്ക് എടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സമയമല്ലേ? പക്ഷെ ഈ ഏറ്റക്കുറച്ചിലുകൾ നമുക്ക് നല്ലതാണ്, കുറേ നമുക്ക് പഠിക്കാൻ പറ്റും, പല കാര്യങ്ങളെ കുറിച്ചും കൂടുതൽ അറിയാൻ പറ്റും. എനിക്കൊരു എക്സ്പീരിയൻസ് ആണ് ഇതെല്ലാം. ഇപ്പം ഈ ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും നമുക്കൊരു ഓരോ വേദനയും നമുക്കൊരു എക്സ്പീരിയൻസ് ആയി മാറിക്കൊണ്ടിരിക്കും, നമുക്ക് ബോൾഡാക്കും. ഈ ചേട്ടന് ചെയ്തതിൽ വെച്ച് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ ശരിക്കും ഏതാ? എനിക്ക് എല്ലാ ക്യാരക്ടേഴ്സും. എന്നാലും ചേട്ടന് ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവില്ല, ഒരെണ്ണം പറയട്ടെ. ആദ്യത്തെ സിനിമ നമുക്ക് പിന്നെ എപ്പോഴും നമുക്കതൊരു സ്വീറ്റ് മെമ്മറി ആയിട്ട് നമ്മളോട്. ശരി, തട്ടത്തിൻ മറയത്തിലെ ക്യാരക്ടർ നല്ലായിരുന്നു. അത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര നല്ലൊരു ക്യാരക്ടറായിരുന്നു, ഒരു അടിപൊളി ക്യാരക്ടറായിരുന്നു. ഇപ്പോൾ ചേട്ടൻ കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി, കഴിഞ്ഞ ദിവസമല്ല കുറച്ച് നാൾ മുമ്പ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ എന്താ പറയാ, നിവിൻ പോളിക്കെതിരെ ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് സപ്പോർട്ട് നിവിൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാർ ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ഇതിനകത്ത് നിന്നൊക്കെ എന്താ മനസ്സിലായത്? അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ ഒരുപാട് കള്ളപ്പരാതികളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുമൂലം ഒരുപാട് നിരപരാധികളായിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുകയും അല്ലാതെയൊക്കെ എന്താ പറയുക നാണക്കേട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ചേട്ടൻ ഇതിനകത്ത് എന്താ? ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ല, പിന്നെ നമ്മളെപ്പോഴുള്ള ഇതിനകത്ത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം ഇതിന്റെ സത്യാവസ്ഥ എന്താണ്. ഇതിന്റെ എന്നല്ല ഞാൻ ചോദിക്കണം, ഇപ്പൊ നിംപോളിയുടെ കാര്യം കഴിഞ്ഞു, അല്ലാതെ ഈ എന്താ പറയാ, ഇങ്ങനെ ഓരോ സിനിമാക്കാർക്കെതിരെ ഒരുപാട് ശരിക്കുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അല്ലാതെയൊക്കെ നടക്കുന്ന കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. ശരിയല്ല, കാരണം നമുക്കുണ്ട് കുടുംബം അല്ലേ, എല്ലാവർക്കും കുടുംബങ്ങളുണ്ട്. അപ്പൊ അതിനെ മാത്രം ഒന്ന് മാനിക്കുക. എത്രത്തോളം സ്വന്തം കാര്യം ബിസിനസ് ചെയ്യാൻ സെൽഫ് മാർക്കറ്റിംഗ് നടത്തുമ്പോഴും മറ്റുള്ളവരും കുടുംബം ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ ചൂഷണങ്ങൾ നേരിടാനായിട്ട് ചാൻസ് ഉള്ള ഒരു മേഖലയാണ് സിനിമ മേഖല എന്നുള്ള രീതിയിൽ ചേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ട് ഒരുപാട് സ്ത്രീകൾക്കെതിരെയൊക്കെ ചൂഷണങ്ങൾ നടക്കാറുണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ആ മേഖലയിൽ സുരക്ഷിതരാണോ? എടാ, നമ്മളെക്കാളും നിങ്ങൾ സുരക്ഷിതരാണെന്ന് എനിക്ക് തോന്നുന്നത്. ആണുങ്ങളെക്കാളും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയാം, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ നോക്കണം നന്നായിട്ട് അറിയാം. പിന്നെ പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ കുട്ടികളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായില്ല. എല്ലാവരും വളരെ ഈക്വലായിട്ട് ചിന്തിച്ച് പ്രവർത്തിച്ചു പോകുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക, അല്ലാണ്ട് തന്തവൈ പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ പണി പോകും. ചേട്ടന്റെ അഭിപ്രായം ശരിക്കും എനിക്കൊന്നും പറ്റില്ല, കാരണം എന്റെ രണ്ടാം പിള്ളേർ കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അമ്മമാർക്ക് വേണ്ടിട്ട് പറയാറുണ്ടോ അച്ഛാ തന്തവൈവായി പോയി എന്നൊക്കെ? അത് പറഞ്ഞു. പിന്നെ കാരണം ഞാൻ എപ്പോഴും മുണ്ടെടുത്ത് തുറക്കുന്ന ഒരാളാണ്, അപ്പൊ അതുകൊണ്ട് എന്നെ കൊണ്ട് പണിടിക്കണൊക്കെ എന്റെ പിള്ളേരാ. നിങ്ങള് മറ്റൊരു കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരുപാട് കോവിഡ് ടൈമില് നമ്മള് കുറെ കണ്ടായിരുന്നു, അതല്ലാണ്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇപ്പൊ ഈ എന്താ പറയാ, ഈ ഞാൻ പറഞ്ഞ പോലെ ഈ അമ്മ അസോസിയേഷനെതിരെ ഒരുപാട് എന്താ പറയാ മോശം കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അവരതിനകത്തുനിന്ന് സർവൈവ് ചെയ്ത് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം പാർവതി തിരുവോത്ത് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ചേട്ടാ സിനിമ മേഖലയിൽ നിന്നുള്ള ഒരാളെന്നുള്ള രീതിയിൽ ചേട്ടന്റെ അഭിപ്രായം പറയാലോ? പറയാം. ഓക്കെ. അമ്മ അസോസിയേഷനിലെ പല കാര്യങ്ങളും പ്രഹസനമാണെന്ന് അല്പം സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അതോടെ സ്വമേധയായി ഇറങ്ങിപ്പോരാൻ തോന്നും. അതാണ് ഞാനും ചെയ്തത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ സെൽഫ് റെസ്പെക്റ്റ് പോകുന്ന രീതിയിൽ അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണല്ലോ പാർവതി തിരുവോത്ത് പറയുന്നത്. അപ്പോൾ ഒരു സിനിമാ മേഖലയിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ചേട്ടൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ അമ്മ അസോസിയേഷനിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, അങ്ങനെ പൊളിറ്റിക്സും കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒരേപോലെ കണ്ടിട്ടുള്ളൂ അമ്മ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ അമ്മയുടെ ഫാമിലി മീറ്റ് അടുത്ത ദിവസം നടക്കാൻ പോകുമ്പോൾ എല്ലാവരും വീണ്ടും ഒരുമിപ്പിക്കാനാണ് അമ്മ നോക്കുന്നത്, അല്ലാണ്ട് മാറ്റി നിർത്താനോ ഈ പറഞ്ഞാൽ സ്പ്രെഡ് ആക്കാനോ ഒന്നും അല്ല ശ്രമിക്കുന്നത്. അത് മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും. ഈ മോഹൻലാലാണെങ്കിലും പെട്ടെന്ന് ഒരു രാജി കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന് അത് എങ്ങനെ ഫീൽ ചെയ്തു? നല്ലൊരു നേതൃത്വത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സംഭവം പെട്ടെന്ന് അങ്ങനെ അതിനകത്തുനിന്ന് ബാക്കിലോട്ട് വരുമ്പോഴേക്കും കൊച്ചിനെ ഞാൻ ആരടുത്തേക്ക് ചോദിക്കണം? എന്റെ അടുത്തോ? അത് ലാൽ സാറിനെ പോലുള്ള ഒരാളെ കുറിച്ച് അദ്ദേഹത്തിന്റെ തീരുമാനം എന്തുകൊണ്ടും ശരിയായിരിക്കും, അതിനകത്ത് എനിക്ക് അഭിപ്രായം പറയാൻ പോലും ഇല്ല. എനിക്ക് ഉള്ളിനുള്ളൊരു വിഷമം അയ്യോ സാർ ഇനി ഉണ്ടാവില്ല അവിടെ ചെല്ലുമ്പോ ഉണ്ടാവും ഒബ്വിയസ്ലി. പക്ഷെ എന്നാലും
കസേരയിൽ അദ്ദേഹം ഇരിക്കണ കാണുമ്പോൾ ഒരു സന്തോഷം. പിന്നെ അത് രാജാവ് അവിടെ ഇരിക്കട്ടെ. അതെ അതെ അതെ. ചേട്ടന്റെ അപ്പുറത്തും ഇപ്പുറത്തും വടിയൊന്നും ഞാൻ വെച്ചിട്ടില്ല, ഇല്ലെങ്കിൽ എന്നെ അടിച്ചേ. ഓക്കെ,